ചക്രവ്യൂഹത്തിനുള്ളിലാണ് ഇസ്രായേൽ. 4 വശത്തു നിന്നും ആക്രമണം. ഇസ്രായേലിൻ്റെ മുൻകാല പ്രവൃത്തികളാണ് ഈ ഒരു അവസ്ഥയിൽ ഇസ്രായേലിനെ എത്തിച്ചത്. ഇസ്രായേലിനുള്ളിൽ സംഘർഷം പുകയുന്നു. ഹമാസ് തട്ടിക്കൊണ്ടുപോയി ബന്ദികളാക്കിയവർ ഓരോരുത്തരായി കൊല്ലപ്പെടുന്നു. അതിൻ്റെ അമർഷത്തിലാണ് ബന്ദികളുടെ ബന്ധുക്കളും ഇസ്രായേലിലെ പൗരന്മാരും. ബന്ദികളുടെ മോചനം വൈകുന്നതിനും ഹമാസ് ഇസ്രായേൽ സംഘർഷം തുടരുന്നതിനും കാരണം നെതന്യാഹുവിൻ്റെ അനാവശ്യ പിടിവാശിയാണെന്ന അമർഷത്തിലാണ് ഇസ്രായേലി ജനത. അതിനിടയിൽ ഹമാസും ഹിസ്ബുള്ളയും ഹൂതികളും ഇസ്രായേലിനെ വളഞ്ഞിട്ടാക്രമിക്കുകയാണ്. ഏറ്റവും ഒടുവിൽ ആക്രമണം ഇറാനിൽ നിന്നാണ്. ഇറാനിലെ സായുധ സേന ഇസ്ലാമിക് പ്രതിരോധ സേനയാണ് ഇസ്രായേലിനെതിരെ ഡ്രോൺ ആക്രമണം നടത്തിയത്. ഇറാൻ നേരിട്ട് ആക്രമണം നടത്തുന്നത് പോലെയാണ് ഇസ്ലാമിക് പ്രതിരോധ സേനയുടെ ആക്രമണം എന്നാണ് വിലയിരുത്തൽ. ഇസ്രായേലിലെ ഹൈഫ തുറമുഖത്തിന് നേരെയാണ് ഇസ്ലാമിക് പ്രതിരോധ സേന ആക്രമണം നടത്തിയത്. ആക്രമണം നടത്തിയതായി ടെലഗ്രാമിലൂടെ സേന അറിയിച്ചു. ഇസ്രായേലിനെതിരായ ആക്രമണത്തിൻ്റെ തുടർച്ചയായാണ് ഡ്രോൺ ആക്രമണമെന്ന് ഇസ്ലാമിക് റെസിസ്റ്റൻസ് വ്യക്തമാക്കി. ചെങ്കടലിൽ ഹൂതികൾ താണ്ഡവമാടുന്നതിനിടെയാണ് ഇസ്രായേലിൻ്റെ തന്ത്രപ്രധാനമായ തുറമുഖത്തിന് നേരെ ഇറാനിലെ സായുധ സേനയുടെ ആക്രമണം ഉണ്ടായത്. ഇസ്രായേലി ചാവേർ ഡ്രോണുകളുടെ ആക്രമണം ഇസ്രായേലിനെ അമ്പരപ്പിച്ചിട്ടുണ്ട്. സ്ഫോടക വസ്തുക്കൾ നിറച്ച അത്യാധുനിക ചാവേർ ഡ്രോണുകളാണ് തുറമുഖത്തിന് മുകളിൽ വട്ടമിട്ട് നാശം വിതച്ചത്. ഇസ്രായേലിൻ്റെ പ്രധാന സ്ഥാപനങ്ങൾക്ക് നേരെയുള്ള ആക്രമണം തുടരുമെന്നും ഇസ്ലാമിക് റെസിസ്റ്റൻസ് ഭീഷണി മുഴക്കുന്നു. ഗസയിൽ ഇസ്രായേൽ നടത്തുന്ന വംശഹത്യയ്ക്കും സ്ത്രീകളും കുട്ടികളും വൃദ്ധരും ഉൾപ്പെടെയുള്ളവരെ കൂട്ടക്കൊല ചെയ്യുന്നതിൻ്റെയും പ്രതികാരമായാണ് ആക്രമണമെന്നാണ് ഇസ്ലാമിക് റെസിസ്റ്റൻസ് പ്രസ്താവനയിൽ പറയുന്നത്. അതിനിടെ ഹമാസ് ഇസ്രായേൽ സംഘർഷം ആരംഭിച്ചിട്ട് 1 വർഷമാകുന്നു. പല ശക്തികളും ഇടപെട്ടിട്ടും പരിഹാരമില്ലാത്ത യുദ്ധം അനുദിനം വഷളായിക്കൊണ്ടിരിക്കുന്നു. ബന്ദികളാക്കിയ 6 ഇസ്രായേൽ പൗരന്മാരെ ഹമാസ് വധിച്ചത് കഴിഞ്ഞ ദിവസമായിരുന്നു. പിന്നാലെ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനെതിരെ വൻ പ്രതിഷേധമാണ് അരങ്ങേറുന്നത്. ബന്ദികളുടെ മരണത്തിന് പൂർണ്ണ ഉത്തരവാദി പ്രധാനമന്ത്രി നെതന്യാഹു ആണെന്നാണ് മുൻ പ്രധാനമന്ത്രി എഹൂദ് ഓൾമർട്ട് ആരോപിക്കുന്നത്. വരും ദിവസങ്ങളിലും കൂടുതൽ ഇസ്രായേൽ പൗരന്മാരുടെ കൊലപാതകം ആവർത്തിക്കുമെന്നും അദ്ദേഹം പറയുന്നുണ്ട്. പിന്നാലെ ഇസ്രായേലിൻ്റെ മുൻ മേജർ ജനറലുടെ പ്രസ്താവനയും വന്നു. ഗസയ്ക്കെതിരെയുള്ള വംശഹത്യ തുടർന്നാൽ തകരുന്നത് ഹമാസ് അല്ല ഇസ്രായേൽ ആയിരിക്കുമെന്നാണ് മേജർ ജനറൽ ഇസാക് ബ്രിക് പറഞ്ഞത്. ഭരണകൂടത്തിൻ്റെ ഗസയിലെ സൈനിക ക്യാമ്പയിൻ ആരംഭിച്ചിട്ട് 11 മാസങ്ങൾ പിന്നിടുമ്പോൾ തങ്ങളുടെ സൈന്യം ദുർബലമായിക്കൊണ്ടിരിക്കുകയാണെന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഹമാസ് 17ഉം 18ഉം വയസ്സുള്ളവരെ ഉപയോഗിച്ച് സൈന്യത്തെ ശക്തമാക്കുകയാണെന്ന് ബ്രിക്ക് പറഞ്ഞു. ഇസ്രായേൽ ഗസയിൽ തുടർച്ചയായ റെയ്ഡുകൾ നടത്തി ആക്രമണം തുടരുകയാണെങ്കിൽ തങ്ങൾ ഹമാസിനെ തകർക്കുക മാത്രമല്ല സ്വയം തകരുമെന്നും അദ്ദേഹം പറഞ്ഞു. ഒക്ടോബർ 7 മുതൽ പലസ്തീൻ നടത്തുന്ന ആക്രമണത്തിൽ ഇസ്രായേലി സൈന്യത്തിൻ്റെ വിജയസാധ്യത ഏറെ അകലെയാണെന്ന് ചൂണ്ടിക്കാട്ടി കഴിഞ്ഞ ദിവസം ഇസ്രായേലി സൈനികരും രംഗത്തെത്തിയിരുന്നു. വിജയം കയ്യെത്തും ദൂരത്തുണ്ടെന്ന വാർത്തകൾ പ്രചരിക്കുന്നുണ്ടെങ്കിലും അത് സത്യമല്ലെന്നും 100ഓളം ഇസ്രായേലി സൈനികർ ചീഫ് ഓഫ് സ്റ്റാഫ് ഹെർസി ഹലേവിക്ക് അയച്ച കത്തിൽ പറഞ്ഞിരുന്നു.